രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് എപ്പോഴും ഈ ഭരണപക്ഷത്തെ കുറ്റപ്പെടുത്താൻ അദാനിയുടെ പേര് പറഞ്ഞ രംഗത്ത് വരുന്നത്. എന്നാൽ ഹിൻഡൻബർഗിൻ്റെ പ്രസ്താവനകളൊക്കെ ഊന്നിയായിരുന്നു പറയുന്നത്. പക്ഷേ അതിനുള്ള പണിയുമായിട്ട് അദാനി വരുന്നു എന്ന് കേൾക്കുന്നുണ്ടല്ലോ. അതെ അതെ അതെ, പണി വന്നു, പണിയായിട്ട് പോയി, പണിയേറ്റു. ഞാനിപ്പോൾ ആലോചിക്കുന്നത് ഇനി രാഹുൽ അദാനിയുടെ പേരിൽ എങ്ങനെ നിലവിളിക്കുമെന്നാണ്. കാരണം ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ്. വിദേശ മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നു കഴിഞ്ഞു. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഒന്നും റിപ്പോർട്ട് ചെയ്യില്ല. നേരത്തെ പറഞ്ഞില്ലേ, ദിലീപ് മണ്ഡൽ എന്ന് പറഞ്ഞ ഒരു മാധ്യമപ്രവർത്തകൻ ഷെയ്ഖ് ഫാത്തിമ എന്ന പേരിൽ വ്യാജ കഥാപാത്രത്തെ ഉണ്ടാക്കി. അതെ, അതിൻ്റെ അങ്ങനെ കഥാപാത്രത്തെ പുള്ളി സൃഷ്ടിച്ചു. അതേക്കുറിച്ച് പഠിച്ച് ഡോക്ടറേറ്റ് മേടിച്ച JNUവിലെ സഖാക്കന്മാരുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം അത് ഞാൻ എൻ്റെ ദിലീപ് മണ്ഡൽ തന്നെ ഞാൻ ഇങ്ങനെ വ്യാജമായി നരേന്ദ്രമോദിക്കും BJPക്കും എതിരെ ഒരു ആയുധമാക്കാൻ വേണ്ടി ഒരു ഫേക്ക് കഥാപാത്രത്തെ ഉണ്ടാക്കിയതാണ്, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് വന്നിട്ട് നമ്മുടെ നാട്ടിൽ ഒരൊറ്റ മാധ്യമം റിപ്പോർട്ട് ചെയ്തില്ല. നമ്മൾ മാത്രമാണ് അത് ചെയ്തത്. അതുപോലെ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ടൊരു സംഭവം ഉണ്ടായിരിക്കുന്നു. ഇനി ഹിൻഡൻബർഗ് എന്നുള്ള കമ്പനി ഇല്ല. ഹിൻഡൻബർഗിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതായി ഇന്നലെ നെയ്റ്റ് ആൻഡേഴ്സൺ, ഇതിൻ്റെ ഫൗണ്ടർ, പത്രക്കുറിപ്പിറക്കി. അതിൽ പറയുന്നത് കമ്പനി തുടങ്ങിയതിൻ്റെ ലക്ഷ്യം പ്രൊജക്റ്റുകൾ, ബംഗ്ലാദേശിലെ പ്രൊജക്റ്റ് ഉൾപ്പെടെ, ബംഗ്ലാദേശിലെ പ്രൊജക്റ്റ് എന്താണെന്ന് കണ്ടല്ലോ, പൂർത്തിയായി. ഇനി ഈ ഹിൻഡൻബർഗ് എന്നുള്ള കമ്പനിയുടെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഹിൻഡൻബർഗിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നു. അതെനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു അഭിപ്രായത്തിൽ, ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇന്നത്തെ പത്രങ്ങളിലെല്ലാം, ഇന്നത്തെ ചാനലുകളിലെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ആവേണ്ടതായിരുന്നു. കാരണം നമ്മുടെ നാട്ടിൽ പ്രതിപക്ഷം എന്ന് എല്ലാവരെയും പറയണ്ട, തൃണമൂൽ കോൺഗ്രസ് ഇല്ല, SP ഇല്ല, ആം ആദ്മി പാർട്ടി ഇല്ല, എന്തിന് ഇടതുപക്ഷം വരെ അദാനിക്കെതിരെയുള്ള ഈ സമരത്തിൽ പിന്മാറി. രാഹുൽ ഗാന്ധി നാവെടുത്താൽ അദാനി 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഹിൻഡൻബർഗ് പുറപ്പെടുവിച്ച ചില റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ്. ആ റിപ്പോർട്ടുകളിൽ പറഞ്ഞ എന്താണ്, ഷെയറിൻ്റെ വില കൂട്ടി കാണിച്ചും വിദേശത്ത് വ്യാജ കടലാസ് കമ്പനികൾ ഉണ്ടാക്കിയും വലിയ തോതിൽ മണി ലോണ്ടറിങ്, പണ കുംഭകോണം അദാനി നടത്തി എന്നായിരുന്നു ഹിൻഡൻബർഗിൻ്റെ ആക്ഷേപം. ഇത് ഏറ്റുപിടിച്ചിട്ടാണ് രാഹുൽ ഗാന്ധി നിരന്തരം അദാനിയുടെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദാനിയുടെ പേരിൻ്റെ അടിസ്ഥാനം ഹിൻഡൻബർഗിൻ്റെ റിപ്പോർട്ടാണ്. അദാനി എന്ന് പറയുന്ന വ്യവസായി ഒരു വർഷം 1,00,000 കോടി രൂപയാണ് നികുതിയായിട്ട് അടയ്ക്കുന്നത്. കേൾക്കണം, 1,00,000 കോടി രൂപയോളം ടാക്സ് കൊടുക്കുന്ന ഇന്ത്യൻ കമ്പനിയാണ് അദാനി. അതായത് ഇന്ത്യൻ സമ്പദ്ഘടനയ്ക്ക് 1,00,000 കോടി രൂപ ഒരു സംസ്ഥാനത്തിൻ്റെ ബജറ്റിൻ്റെ തുകയ്ക്ക് തുല്യമാണ്. അത്രയും തുക നികുതിയായിട്ട് കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഈ അദാനിക്കെതിരെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഹിൻഡൻബർഗിൻ്റെ ഈ വ്യാജ റിപ്പോർട്ടുകൾ ഉന്നയിച്ച് നിരന്തരം ആക്രമണം നടത്തിയപ്പോൾ പല തവണയും നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് തകർന്നു വീണു. 10 ലക്ഷം കോടി രൂപയാണ് ഇന്ത്യയിലെ ആളുകളുടെ പണം നഷ്ടപ്പെട്ടത്. ആര് കാരണം? ഹിൻഡൻബർഗ് ഒരു റിപ്പോർട്ടുണ്ടാക്കി. ആ റിപ്പോർട്ടിൻ്റെ പേരിൽ രാഹുൽ ഗാന്ധി വലിയ സമരാഭാസങ്ങൾ പാർലമെൻറ്റിലും പുറത്തും നടത്തി, വലിയ പ്രചരണങ്ങൾ നടത്തി. അങ്ങനെ നമ്മുടെ ഓഹരി കമ്പോളം കൂപ്പുകുത്തിയപ്പോൾ ഇന്ത്യയിലെ ജനങ്ങളുടെ 10 ലക്ഷം കോടി രൂപ പോയി. 10 ലക്ഷം കോടി രൂപ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് പോയെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സമ്പദ്ഘടനയ്ക്ക് വലിയ ആഘാതമുണ്ടാക്കി. നമ്മുടെ സമ്പദ്ഘടനയെ തകർക്കാൻ വേണ്ടി ഹിൻഡൻബർഗ് വ്യാജ റിപ്പോർട്ടുകൾ ഉണ്ടാക്കി. ആ റിപ്പോർട്ടുകൾ രാഹുൽ ഗാന്ധി കൊണ്ടു നടക്കുന്നു. വ്യാജമായി കൊണ്ടു നടക്കുന്നു എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി എന്തും പറയാൻ തയ്യാറാവുന്ന ആളാണ്. അതായത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ കൗണ്ടിങ് നടന്ന അന്ന് വോട്ടെണ്ണി ദിവസം ഓർക്കുന്നുണ്ടല്ലോ, അതായത് പെട്ടെന്ന് NDA പുറകോട്ട് പോകുന്നു എന്നുള്ള റിപ്പോർട്ട് വന്നു. ഉടനെ രാഹുൽ ഗാന്ധി ഉടനെ പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു, എക്സിറ്റ് പോൾ വന്നപ്പോൾ NDA കുതിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഓഹരി വില കൂടി. ഇപ്പോൾ ദാ NDA വീഴുന്നു എന്ന് കണ്ടപ്പോൾ ഓഹരി വില തകർന്നു. അപ്പോൾ ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് ഷെയർ ഹോൾഡർമാരുടെ കോടിക്കണക്കിന് 5 ലക്ഷം കോടി രൂപയോ മറ്റോ നഷ്ടമുണ്ടായി എന്ന് പത്രസമ്മേളനം നടത്തിയ ഏഭ്യ ശിരോമണിയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ്. പറയാതെ നിവർത്തിയില്ല. പിന്നെ അതേക്കുറിച്ച് മിണ്ടിയിട്ടില്ല. കാരണം താന്ന ഓഹരി കുതിച്ചു കയറി NDA വീണ്ടും തിരിച്ചു വന്നപ്പോൾ ഒന്നും മിണ്ടിയിട്ടില്ല. അപ്പോൾ എന്തു ഊളത്തരവും എന്തു വെളിവുകേടും പറഞ്ഞ് നമ്മുടെ രാജ്യത്തെ സമ്പദ്ഘടനയെ തകർക്കണം. ഈ രാജ്യത്തെ സമ്പദ്ഘടന തകർന്നാൽ ഈ രാജ്യം കുത്തുവാള എടുക്കേണ്ടി വരും. ഇപ്പോൾ ബംഗ്ലാദേശും പാകിസ്ഥാനും നിൽക്കുന്നത് പോലെ നമ്മൾ പിച്ചച്ചട്ടിയുമായി ലോകത്തിന് മുന്നിൽ നിൽക്കേണ്ടി വരും. അതാണ് ഈ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞ ഈ മഹാൻ ആഗ്രഹിക്കുന്നത്. കാരണം തനിക്ക് പ്രധാനമന്ത്രിയാകാൻ കഴിയാത്തതുകൊണ്ട് ഈ രാജ്യത്തെ മുച്ചൂടും നശിപ്പിക്കണമെന്ന വാശിയിലാണ് രാഹുൽ ഗാന്ധി നീങ്ങുന്നത്. അതിന് ഉപയോഗിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമായിരുന്നു ഹിൻഡൻബർഗ് ഇനി എന്തുകൊണ്ട് പൂട്ടുന്നു? കാരണം ഹിൻഡൻബർഗിനെതിരെ കേസ് കൊടുക്കാൻ അദാനി ആലോചിച്ചിരുന്നു. അപ്പോൾ ഇന്ത്യൻ കമ്പനിയാണല്ലോ അദാനി. ഹിൻഡൻബർഗ് അമേരിക്കയിലാണ്.
നൈറ്റ് ആൻഡേഴ്സൺ എന്ന് പറയുന്ന ആൾ തുടങ്ങിയ ഒരു മാടക്കട പോലത്തെ ചെറിയ 4-5 ജീവനക്കാർ മാത്രമുള്ള ഒരു ഷോർട്ട് സെല്ലിംഗ് ഓഹരി വിപണിയിൽ ചില അവിഹിതമായ ഇല്ലീഗലായിട്ടുള്ള അനാശാസ്യമായിട്ടുള്ള ചില ഇടപെടലുകൾ നടത്തുന്നതിനാണ് ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. നമ്മൾ മുമ്പ് വിശദമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരം ഇടപെടൽ നടത്തി ഓഹരി വിപണിയിൽ ചില കമ്പനികളുടെ ഓഹരി വില കുറച്ചിട്ട് ആ സമയത്ത് ഇത് മേടിച്ച് വെക്കുക, എന്നിട്ട് വില കൂടുമ്പോൾ മറിച്ച് വിൽക്കുക, സ്വന്തം പണം മുടക്കാതെ മറ്റ് കടമായി ബ്രോക്കേജ് നടത്തിയിട്ട് ഇങ്ങനെ മറിച്ച് വിൽക്കുക. അതിന് വേണ്ടിയിട്ട് ചില ടാർഗറ്റ് ചെയ്ത് ചില കമ്പനികൾക്കെതിരെ ആക്ഷേപം ഉന്നയിച്ച് കഴിയുമ്പോൾ അവരുടെ വില കുറയും. അപ്പോഴേക്ക് എന്ത് ചെയ്യും? മാർക്കറ്റിൽ കിടക്കുന്നത് സ്വന്തം കീശയിലല്ല, മാർക്കറ്റിൽ നിന്ന് പണമെടുത്ത് ഈ വില കുറഞ്ഞ ഓഹരികൾ വാങ്ങിയിട്ട് പിന്നീട് അതിന് വില കൂടിക്കഴിയുമ്പോൾ മറിച്ച് വിറ്റ് ₹1 കയ്യിൽ നിന്ന് മുടക്കാതെ ലാഭം ഉണ്ടാക്കുന്ന കുതന്ത്രം പയറ്റുന്ന ഷോർട്ട് സെല്ലിംഗ് പയറ്റുന്ന കമ്പനിയാണ് ഹിൻഡൻബർഗ്. ഹിൻഡൻബർഗിനെതിരെ അദാനി കേസ് കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ ഹിൻഡൻബർഗ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാനൊരു അമേരിക്കൻ കമ്പനിയാണ്, നൈറ്റ് ആൻഡേഴ്സൺ പറഞ്ഞാണ്, ഇന്ത്യയിലെ നിയമമൊന്നും എനിക്ക് ബാധകമല്ല. ശരിയാണ്, അമേരിക്കയിലൊരു കമ്പനി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്രിമിനലായിട്ടും ഒന്നും പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ഇതൊക്കെ പറയുന്ന കോടതികളൊക്കെ പോയിട്ടൊന്നും ഒരു കാര്യവുമില്ല, ഒരു ഗുണവുമില്ല, ഡിഫമേഷൻ കൊടുത്തിട്ട് പോലും കാര്യമില്ല. അപ്പോൾ അദാനിക്ക് ഇതിനുള്ള മറുപടി അറിയാമായിരുന്നു. അദാനി എന്ത് ചെയ്തു? അദാനി അമേരിക്കയിലൊരു കമ്പനി അങ്ങ് പ്രഖ്യാപിച്ചു. $1000 കോടി അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യും, 15,000 പേർക്ക് തൊഴിൽ കിട്ടുന്ന ഒരു കമ്പനി. അത് ഊർജം ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ താൻ ഒരു കമ്പനി അമേരിക്കയിൽ തുടങ്ങാൻ പോവുകയാണെന്ന് പ്രഖ്യാപിച്ചു. അതിൻ്റെ ഓഫീസ് തുടങ്ങി, അതിൻ്റെ പേപ്പർ വർക്കുകൾ നീങ്ങി അദാനിയുടെ കമ്പനി അമേരിക്കയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. അപ്പോൾ അദാനിക്ക് ആരുടെ നിയമം ബാധകമാണ്? ആ കമ്പനി അമേരിക്കൻ നിയമം പാലിക്കണം. അമേരിക്കയിൽ പ്രവർത്തിക്കുന്ന അദാനി കമ്പനിക്കെതിരെ ആൻഡേഴ്സൻ്റെ ആക്ഷേപം ഉന്നയിച്ചാൽ ആ കമ്പനി അമേരിക്കൻ നിയമം ആർക്ക് ബാധകമാകും? ആൻഡേഴ്സന് ബാധകമാകും. ആൻഡേഴ്സൻ്റെ കട പൂട്ടിപ്പോവും. അതിനു വേണ്ടിയിട്ടാണ് അദാനി അവിടെ പോയി ഒരു കമ്പനി ഇട്ട്, അതായത് നരിയെ മാളത്തിൽ പോയി വേട്ടയാടണം എന്ന് പറഞ്ഞതുപോലെ അദാനി അങ്ങോട്ട് ചെയ്യുന്നു. നിനക്ക് ഇന്ത്യയിലെ നിയമമല്ലേ ബാധകമല്ലാത്ത? ഞാനിടാ അങ്ങോട്ട് വരുന്നടാ, ഞാൻ നിൻ്റെ മുറ്റത്തൊരു കമ്പനി ഉണ്ടാക്കുന്നു, ഞാൻ എന്നിട്ട് എന്നെ നീ ആക്ഷേപിച്ചതിന് അമേരിക്കൻ നിയമം അല്ലേ നിനക്ക് ബാധകം? ശരി, നമുക്ക് നോക്കാം. അമേരിക്കയ്ക്ക് $1000 കോടി ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു കമ്പനി വന്നാൽ അമേരിക്കയ്ക്ക് കഴിക്കുമോ? അമേരിക്ക റെഡ് കാർപ്പറ്റ് വിരിച്ച് അദാനിയെ സ്വീകരിച്ചു, കമ്പനി ആരംഭിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു നിയമ നടപടി വരുന്നു എന്ന് ആൻഡേഴ്സന് മനസ്സിലായി, പണി പാളുമെന്ന് മനസ്സിലായി. മാത്രമല്ല, ഇന്നലത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താ പറയുന്നത്? ഞങ്ങളുടെ പ്രോജക്റ്റുകൾ പൂർത്തിയായി. ബംഗ്ലാദേശ് ഉൾപ്പെടെ. ബംഗ്ലാദേശിലെ പ്രോജക്റ്റ് എന്താണ്? അവിടുത്തെ സർക്കാരിനെ അട്ടിമറിക്കുക. ആ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ലക്ഷ്യം പ്രോജക്റ്റ് പൂർത്തീകരിച്ചു. ഇന്ത്യൻ പ്രോജക്റ്റാണ് പരാജയപ്പെട്ടു പോയത്. മോദി അട്ടിമറിക്കുക എന്നുള്ള പ്രോജക്റ്റ് പരാജയപ്പെട്ടു. പക്ഷേ ഈ പ്രോജക്റ്റുകൾ ആരുടെയാണ്? ജോർജ് സോറോസിൻ്റെയാണ്, ഡീപ് സ്റ്റേറ്റിൻ്റെയാണ്. ഡീപ് സ്റ്റേറ്റിൻ്റെ പ്രോജക്റ്റുകളാണ് ബംഗ്ലാദേശിനെ അട്ടിമറിക്കുക എന്നുള്ളതും ഇന്ത്യൻ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കുക എന്നുള്ളതും. ഇത് രണ്ടും എടുത്ത് പയറ്റി ബംഗ്ലാദേശിൽ വിജയിച്ചു, ഇന്ത്യയിൽ തോറ്റുപോയി. അപ്പോൾ ഇന്ത്യയിൽ ആൻഡേഴ്സനും ഹിൻഡൻബർഗും രാഹുൽ ഗാന്ധിയും ആരുടെ അജണ്ട നടപ്പാക്കിയിരുന്നത്? ജോർജ് സോറോസിൻ്റെ. വളരെ ക്ലീനായി കഴിഞ്ഞു. അപ്പോൾ ഡീപ് സ്റ്റേറ്റിനെ, ജോർജ് സോറോസിനെ തകർക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന ആൾ ഈ 20-ാം തീയതി 4 ദിവസം കഴിഞ്ഞാൽ അമേരിക്കയിൽ അധികാരത്തിൽ എത്തുക. ഹിൻഡൻബർഗിന് നിലനിൽക്കാൻ പറ്റുമോ? പറ്റില്ല. ഇതാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. നിലവിൽ ഹിൻഡൻബർഗ് പൂട്ടിപ്പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. പൂട്ടിപ്പോകല്ല, ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ഇത് ഭയന്നിട്ട് തന്നെയാണ്. തീർച്ചയായും. അല്ലെങ്കിൽ ഇത്രയും കാലം നിന്ന കമ്പനി ട്രംപ് വരുന്നതിന് 4 ദിവസം മുമ്പ് എന്തുകൊണ്ട് ഞങ്ങൾ പ്രവർത്തനം അവസാനിപ്പിച്ചു? ഞങ്ങളുടെ ലക്ഷ്യമെല്ലാം കണ്ടു, പ്രൊജക്റ്റുകൾ പൂർത്തിയായി. ലക്ഷ്യമെല്ലാം കണ്ടു എന്നല്ല, ബംഗ്ലാദേശിലെ ഉൾപ്പെടെ പ്രൊജക്റ്റുകൾ പൂർത്തിയായി, ഇന്ത്യയിലെ പ്രൊജക്റ്റ് പരാജയപ്പെട്ടു, അതുകൊണ്ട് ഞങ്ങൾ ഈ പണി നിർത്തുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഈ ഹിൻഡൻബർഗിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റിലൂടെ വളരെ വ്യക്തമാകുന്നു, അതൊരു പ്രൊജക്റ്റായിരുന്നു. പ്രൊജക്റ്റ് ഇന്ത്യ ഉണ്ടായിരുന്നു, പ്രൊജക്റ്റ് ബംഗ്ലാദേശ് ഉണ്ടായിരുന്നു. ഇന്ത്യൻ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് അദാനിയെ തകർക്കുക എന്ന വഴി ഇന്ത്യൻ സമ്പദ്ഘടനയെ തകർക്കുക, അതിലൂടെ മോദി സർക്കാരിനെ തകർക്കുക. ആ പ്രൊജക്റ്റ് ഇവർ വളരെ ശ്രമകരമായി നടപ്പാക്കാൻ, വിജയിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഇന്ത്യയിലെ ജനങ്ങൾ വോട്ട് ചെയ്തതിനെ പരാജയപ്പെടുത്തി. അല്ലേ? ശരിക്കും ഇന്ത്യയിലെ ജനങ്ങൾ വോട്ട് ചെയ്താൽ പരാജയപ്പെടുത്തിയത്. ബംഗ്ലാദേശിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിൽ കൊണ്ടുവന്നൊരു സർക്കാരിനെ അവർക്ക് ഹിൻഡൻബർഗിൻ്റെ പദ്ധതി പ്രകാരം ഇറക്കാൻ പറ്റി. അതെ. ഇപ്പോൾ ഏതായാലും സോറോസ് എന്ന് പറയുന്ന ഡീപ് സ്റ്റേറ്റിൻ്റെ ഫണ്ടർ, അയാളുടെ ഒരു ചട്ടുകമായിരുന്നു ഹിൻഡൻബർഗ് എന്ന് വളരെ വ്യക്തമായി ആൻഡേഴ്സിൻ്റെ ഈ അടച്ചുപൂട്ടലിന് മുമ്പുള്ള സ്റ്റേറ്റ്മെൻറ്റ് തന്നെ സാക്ഷി പറയുന്നുണ്ട്. അതിൻ്റെ ഇന്ത്യയിലെ കൈ രാഹുൽ ഗാന്ധിയാണെന്ന് നമുക്ക് വ്യക്തമായി കഴിഞ്ഞു. ഇനി രാഹുൽ ഗാന്ധി അദാനിയെക്കുറിച്ച് എന്ത് പറയും? ഞങ്ങളുടെ പ്രൊജക്റ്റുകൾ പൂർത്തിയായതുകൊണ്ട് അവസാനിപ്പിക്കുന്നു പറഞ്ഞ് ഹിൻഡൻബർഗ് പോകുമ്പോൾ ഇനി അദാനി എന്ന് രാഹുൽ എങ്ങനെ പറയും? ഇതാണ് നമുക്കിനി കാത്തിരുന്ന് കാണേണ്ടത്. ഏതായാലും രാഹുലിൻ്റെ രാജ്യത്തോടുള്ള കടപ്പാട് അല്ലെങ്കിൽ രാഹുൽ ആരുടെ ഏജൻ്റാണ് എന്ന് ഓരോ ദിവസവും
വ്യക്തമായി സുവ്യക്തമായി തെളിഞ്ഞു വരുന്ന ചിത്രമാണ് ഇപ്പോൾ ഉണ്ടായി വരുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.